പറയുന്നത് എന്റെ ഭാരതത്തിലെ സാധാരണക്കാരായ മനുഷ്യരെ ഓർത്തുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്നുള്ള രീതിയിൽ ലോകം ഭാരതത്തെ നോക്കുകയാണ്. ആ ഭാരതത്തെ സൃഷ്ടിക്കാൻ നമ്മുടെ പിൻതലമുറയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചോദിച്ചു, നിങ്ങൾ MLA-മാരെ സൃഷ്ടിക്കൂ, നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരവസരം നൽകൂ, NDAക്ക് ഒരവസരം നൽകൂ. എന്നിട്ട് 2 കേന്ദ്രമന്ത്രിമാർ നമുക്കുണ്ട്. ഒരാൾ ശ്രീമാൻ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയെ കാണുമ്പോൾ നല്ല ചൊരുക്കാണ് മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസിന്. ഒരൊറ്റ ചർച്ചയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. ഒരു സമയത്ത് പോലും ടൂറിസം മേഖലയെ എങ്ങനെ വികസിപ്പിക്കണമെന്ന് ചോദിച്ചിട്ടില്ല. പാലക്കാടിന്റെ മലമ്പുഴയെ വികസിപ്പിക്കാം, പാലക്കാടിന്റെ നെല്ലിയാമ്പതിയെ വികസിപ്പിക്കാം, പാലക്കാടിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് ടൂറിസം വികസനത്തെ കൊണ്ടുവരാം. എന്നാൽ ഈ കേരളത്തിന്റെ ഇവിടുത്തെ മിസ്റ്റർ റിയാസ് ടൂറിസം വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരൊറ്റ ചർച്ചയ്ക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ ശ്രീമാൻ സുരേഷ് ഗോപിയെ കാണാനോ അദ്ദേഹത്തിന്റെ പിന്തുണ ചോദിക്കാനോ നമുക്ക് ആയിരക്കണക്കിന് 10,000-കണക്കിന് നമ്മുടെ ആളുകൾക്ക് തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഒരുക്കാനോ തയ്യാറാകാത്ത ഒരു വകുപ്പ് മന്ത്രിയാണ്. കഴിഞ്ഞ ദിവസം പത്രത്താളുകളിൽ നമ്മളൊരു പരസ്യം കണ്ടു. ആ പരസ്യത്തിൽ പറയുകയാണ് 50% UDF ഗവൺമെന്റ്, ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വൈദ്യുതി ചാർജ് കൂട്ടിയത് എന്നാണ് ആ പരസ്യത്തിൽ പറയുന്നത്. എന്നിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന പിണറായി സാറിന്റെ ഒരു വലിയ ഫോട്ടോ കൊടുത്തിട്ട് പറയുകയാണ്, പത്രത്തിലെ പരസ്യം കോടികൾ ചെലവഴിച്ചുകൊണ്ടുള്ള പരസ്യം. എന്താ പരസ്യത്തിൽ പറയുന്നത്? ഉമ്മൻചാണ്ടി 50% വർദ്ധിപ്പിച്ചു, എന്നാൽ ഞാൻ 30% വർദ്ധിപ്പിച്ചുള്ളൂ എന്ന് പറയുന്ന ഈ നാട്ടിലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു പരസ്യം. ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിന്റെ നിയമസഭയിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA സർക്കാർ ഉണ്ടായാൽ 0% വൈദ്യുതി ചാർജ് എത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ കേരളത്തിന്റെ തെരുവീതിയിൽ ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഒരു വീട്ടിലേക്ക് 78,000 രൂപയുടെ സൗജന്യമായിട്ടുള്ള സോളാർ സബ്സിഡി കൊടുക്കാൻ തീരുമാനമെടുത്തിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നാട്ടിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അനധികൃതമായി വൈദ്യുതി ചാർജ് ഊറ്റിയെടുക്കുന്നത്. ഇന്ന് കേരളം ഒഴിച്ചുള്ള എല്ലാ സംസ്ഥാനങ്ങളുടെയും നോൺ ടാക്സ് റവന്യൂ അത് വർദ്ധിക്കുകയാണ്. കേരളത്തിലെ നോൺ ടാക്സ് റവന്യൂ ഏതാണ്? ലോട്ടറി വിറ്റ കച്ചവടത്തിൽ നിന്നുള്ള ലാഭം മാത്രമാണ്. അതാണ് കേരളത്തിലെ ഏക വരുമാനം. കൂലിപ്പണിക്ക് പോയി കഷ്ടപ്പെട്ട് ഭാര്യയെയും മകളെയും പുലർത്താൻ ആഗ്രഹമുള്ള ഒരാൾ വീട്ടിലേക്ക്